عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ അൽ ഖവാഇദുൽ അർബഅ എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ 3 ഖാഇദകൾ നമ്മൾ പറഞ്ഞു. നാലാമത്തേത് അഥവാ ഈ റിസാലയുടെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുക ഇൻഷാ അല്ലാഹ്. അൽ ഖവാഇദുൽ അർബഅ എന്നാൽ 4 അടിസ്ഥാന തത്വങ്ങൾ, അഥവാ ശിർക്കും തൗഹീദും വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന, മുശ്രിക്കിനെയും മുവഹിദിനെയും വേർതിരിക്കാൻ സഹായിക്കുന്ന 4 അടിസ്ഥാന കാര്യങ്ങളാണിത്. പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ് ഇത് സ്വാംശീകരിച്ചെടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഖായിദ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന മുശ്രിക്കുകൾ അവർ അല്ലാഹുവാണ് സ്രഷ്ടാവും നിയന്താവും എന്ന് വിശ്വസിച്ചവരായിരുന്നു. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ. ആരാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണ് എന്നവർ പറയുക തന്നെ ചെയ്യുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ആരാണ് മഴ പെയ്യിക്കുന്നത്, ആരാണ് നിങ്ങളെ പടച്ചത് എന്നീ ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ മറുപടി അല്ലാഹു എന്നാണ്. ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഇത് കാണാം. രണ്ടാമത്തെ ഖാഇദ, അവർ ഇത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിച്ചത്, അവർ അള്ളാഹുവിന് പുറമെ പലരെയും ആരാധിച്ചത് എന്തിനാണ്? അത് അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അള്ളാഹുവിനോട് അവരുടെ കാര്യം ഈ ഇലാഹുകൾ ശുപാർശ പറയാൻ വേണ്ടിയായിരുന്നു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. സൂറത്ത് അസ്-സുമറിൽ അള്ളാഹു പറഞ്ഞു, അവരുടെ വാക്കായി, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. അള്ളാഹുവിന് പുറമെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ശഫാഅത്താണ് ഞങ്ങൾ ഇവരോട് തേടുന്നത്. മൂന്നാമത്തെ ഖാഇദ, ഈ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ആരാധിച്ചിരുന്ന അവരുടെ ആരാധ്യന്മാർ അത് ഒരു കൂട്ടർ മാത്രമായിരുന്നില്ല. ഏതെങ്കിലും ഒന്നിനെ മാത്രമല്ല ആരാധിച്ചതവർ, ഏതെങ്കിലും ഒന്നിനെ ആരാധിക്കുന്നവർ മാത്രമായിരുന്നില്ല അവർ, മറിച്ച് അവരിൽ നബിമാരെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, മലക്കുകൾ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, സാലിഹുകളെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു, നക്ഷത്രങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു, സൂര്യനെയും ചന്ദ്രനെയും കല്ലിനെയും മരത്തെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഷിർക്ക് എന്താണെന്ന് വ്യക്തമായി. ഷിർക്ക് ചെയ്യുകയും എന്നിട്ട് ഇത് ഷിർക്കല്ല, ഇത് തൗഹീദാണ്, ഇതാണ് ശരിയായ ഈമാൻ എന്ന് പറയുകയും ചെയ്യുന്നവരുടെ പൊള്ളത്തരം നമുക്ക് വ്യക്തമായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ അവരുടെ ഷിർക്കല്ലാതെ ഇവിടെ ആർക്കും വാദമില്ലല്ലോ. അവരുടെ ശിർക്ക് എന്തായിരുന്നു എന്ന് പഠിച്ചാൽ
അവരുടെ അതേ ശിർക്ക് ചെയ്യുകയും എന്നിട്ട് അതിന് വേറെ പേരിടുകയും ചെയ്യുന്നവരുടെ തനിനിറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ ഖായിദ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു അന്ന മുശ്രികി സമാനിന അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ لأن الأولين يشركون في الرخاء ويخلصون في الشدة ومشركو زماننا شركهم دائما في الرخاء والشدة والدليل قوله تعالى فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون. എന്താണ് അന്ന മുശ്രികി സമാനിന, നമ്മുടെ കാലത്തെ മുശ്രിക്കുകൾ, ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ, പഴയ കാലത്ത് ജീവിച്ച മുശ്രിക്കുകളെക്കാളും കടുത്ത ശിർക്കിന്റെ ആളുകളാണ്. അവരെക്കാളും കടുത്തതാണ് ഇക്കൂട്ടരുടെ ഇക്കാലത്തെ മുശ്രിക്കുകളുടെ ശിർക്ക്. എന്താണ് കാരണം? ലിഅന്നൽ അവ്വലീന യുശ്രികൂന ഫിർ റഖാ, കാരണം പഴയ കാലത്തെ മുശ്രിക്കുകൾ അവർക്ക് സൗഖ്യമുള്ള സമയത്ത്, റഖായിന്റെ സമയത്ത്, കുഴപ്പമൊന്നുമില്ലാത്ത കാലത്ത് അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കും, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടും. വയുഖ്ലിസൂന ഫി ശിദ്ദ, എന്നാൽ പ്രയാസം വരുന്ന സമയത്ത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ അല്ലാഹുവിനെ മാത്രം വിളിക്കും. അപ്പൊ അവരുടെ നിലപാട് ഇഖ്ലാസാണ്. നല്ല സുഖമുള്ള സമയത്ത് അവരുടെ നിലപാട് ഇശ്റാഖാണ്. വമുശ്രികു സമാനിന, എന്നാൽ നമ്മുടെ കാലത്തെ മുശ്രിക്കുകൾ ശിർക്കുഹും ദായിം, അവരുടെ ശിർക്ക് എപ്പോഴും ശിർക്ക് തന്നെയാണ്. അവരുടെ ശിർക്ക് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഫിർ റഖാഇ വശിദ്ദ, സുഖമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് നേരത്തെ പറഞ്ഞ ഖായിദകൾക്കെല്ലാം അല്ലാഹുവിന്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമാണ് തെളിവ് എന്നതുപോലെ ഇതിനുമുള്ള തെളിവ് അല്ലാഹുവിന്റെ വാക്ക് തന്നെ. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരെങ്ങനെയുള്ളവരായിരുന്നു? ഫൈദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ്, അവർ അല്ലാഹുവിനെ വിളിച്ചു തേടും. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട്, എല്ലാവിധ താഴ്മയും വണക്കവും എല്ലാം റബ്ബിനെ മാത്രമാക്കിക്കൊണ്ട് അവർ അല്ലാഹുവിനെ വിളിച്ചു തേടും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അല്ലാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവരതാ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു. ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിന് അവർ നന്ദികേട് കാണിക്കാൻ വേണ്ടി. വലിയതമത്തഉ, അവർ അല്പകാലം സുഖം അനുഭവിക്കാൻ വേണ്ടി. ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ കാര്യം എന്താണെന്ന് അറിയുന്നതാണ്. നോക്കൂ, ഇതാണ് നാലാമത്തെ ഖായിദ. നേരത്തെ പറഞ്ഞ 3 ഖായിദകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇക്കാലത്തെ ശിർക്കിന്റെ ആളുകൾ ചെയ്യുന്നത് പഴയ കാലത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന അതേ സംഗതി തന്നെയാണ്, അതേ പരിപാടി തന്നെയാണ്. പക്ഷേ അപ്പോൾ തെറ്റിദ്ധരിച്ചു പോകരുത്, എല്ലാ നിലക്കും രണ്ടു കൂട്ടർ ഒരുപോലെയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഉള്ളവർ പഴയ കാലക്കാരും കടുത്ത ശിർക്കിലാണ്. അത് ബോധ്യപ്പെടുത്തുന്നതാണ് നാലാമത്തെ ഖായിദ. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് നാലാമത് പറഞ്ഞ ഈ തത്വം. അതെന്താണ്? അതായത് പഴയ കാലത്തെ മുശ്രിക്കുകൾ പ്രയാസവും പ്രതിസന്ധിയും കടുത്താൽ അവർ അള്ളാഹനെ മാത്രം വിളിക്കും. സുഖമുള്ള സമയത്ത് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തിട്ടേ ഇല്ല എന്ന രൂപത്തിലായിരിക്കും അവരുടെ പ്രവർത്തനം. എന്നാൽ ഇക്കാലത്തെ മുശ്രിക്കുകൾ എല്ലാ സമയത്തും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ്. ഇത് സഹോദരങ്ങളെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം 300 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ കാര്യം നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, കുഫറെല്ലാം ഒരുപോലെയല്ല. ഏതുപോലെ ഈമാൻ എല്ലാവരുടേത് ഒരുപോലെയല്ലല്ലോ. ഈമാൻ വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയല്ല. ചിലരുടെ ഈമാനിനെക്കാളും നല്ല ഉറപ്പുള്ള ഈമാനായിരിക്കും. ഈമാൻ കൂടും കുറയും, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് കൂടും
ദുശ്ചെയ്തികൾ കൊണ്ട് ഈമാൻ കുറയും. ഏതുപോലെ കുഫർ എന്നതും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാ കുഫറും ഒരുപോലെയല്ല. ഉദാഹരണത്തിന് മുൽഹിദ്, അള്ളാഹുവിനെ പാടെ നിഷേധിക്കുന്നവൻ, അങ്ങനെ ഒരു റബ്ബ് തന്നെയില്ല എന്ന് പറയുന്നവന്റെ കുഫർ അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നവനേക്കാളും കടുത്ത കുഫറാണ്. രണ്ടു കൂട്ടരും നരകത്തിൽ ആ കുഫറിലായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ ശാശ്വതരായിരിക്കുന്നതാണ്. അതിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. ശാശ്വതരാണ് എന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. പക്ഷേ രണ്ടു കൂട്ടരുടെയും കുഫർ ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് മുശ്രിക്കുകളിൽ തന്നെ അവനവന്റെ കുഫറും ശിർക്കും ആയി ജീവിക്കുന്നവൻ അവൻ മുസ്ലിമീങ്ങളെയോ ഈമാനിന്റെ ആളുകളെയോ ദ്രോഹിക്കാനൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള മുശ്രിക്കും മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാനും ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാനും വരുന്ന മുശ്രിക്കിനെ പോലെയല്ല. തടയുന്ന ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ ശ്രമിക്കുന്ന മുശ്രിക്ക് നേരത്തെ പറഞ്ഞ മുശ്രിക്കിനേക്കാളും കടുപ്പമുള്ളവനാണ്. അവനുള്ള ശിക്ഷ മറ്റവനേക്കാളും കടുത്തതാണ്. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. الله سبحانه وتعالى പറഞ്ഞു الذين كفروا, അല്ലാഹുവിനെയും അവന്റെ ദീനിനെയും ഇസ്ലാമിനെ നിഷേധിച്ച ആളുകൾ, വസദ്ദു അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവൻ, അങ്ങനെയുള്ള ആളുകൾ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, അള്ളാഹു പറയുന്നു അവരുടെ ശിക്ഷക്കുമേൽ നാം ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്ത് കാരണത്താൽ? ബിമാ കാനു യുഫ്സിദൂൻ, അവരുണ്ടാക്കുന്ന ഫസാദ് കാരണത്താൽ, അവരുണ്ടാക്കുന്ന കുഴപ്പം കാരണത്താൽ. ഇപ്പൊ മനസ്സിലാക്കുക, ഒരുത്തൻ കാഫിറാണ്, ഒരുത്തൻ മുശ്രിക്കാണ്, പക്ഷേ അവനവന്റെ കുഫറും ശിർക്കും കൊണ്ട് ജീവിച്ചു പോകുന്നവനാണ്. അവൻ മുസ്ലിമീങ്ങളെയോ ഇസ്ലാമിനെയോ ദ്രോഹിക്കാൻ വരുന്നില്ല. അവൻ അതിലായിട്ടാണ് മരിച്ചതെങ്കിൽ വൽ ഇയാദു ബില്ലാഹ്, നരകത്തിൽ അവൻ ശാശ്വതനാണ്. പക്ഷെ അവന്റെ ശിക്ഷയേക്കാൾ കടുത്തതാണ് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ദ്രോഹിക്കാൻ ശ്രമിച്ച കാഫിറിനുള്ള ശിക്ഷ. രണ്ടുപേരും നരകത്തിൽ ശാശ്വതരാണ് എന്നതിനോടൊപ്പം തന്നെ നോക്കൂ, അതുപോലെയാണ് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയും ഭത്സിക്കുകയും ചെയ്യുന്ന മുശ്രിക്കിന്റെ കാഫിറിന്റെ സ്ഥിതി സാധാരണ ഒരു കാഫിറിന്റെയോ മുശ്രിക്കിന്റെയോ പോലെയല്ല. അവന്റെ സ്ഥിതി അങ്ങേയറ്റം മോശമാണ്. അവൻ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് മറ്റവനേക്കാളും വിധേയനായവനാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കുഫറും ഈ ഈമാൻ ഓരോരുത്തരുടേതും വ്യത്യാസമുണ്ടാകും എന്നതുപോലെ കുഫറിലും അതിന് വ്യത്യാസമുണ്ടാകും. ഇവിടെ ഒരു വ്യത്യാസമാണ് ഷേഖ് സൂചിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്, പഴയകാലക്കാരായ ആളുകളുടെ സ്വഭാവം. സൂറത്ത് യൂനിസിൽ അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അള്ളാഹു അവനാണ് നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നവൻ. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്ക്, അങ്ങനെ നിങ്ങൾ കപ്പലിലായാൽ, വജറൈന ബിഹിം, അങ്ങനെ ആ കപ്പലിലുള്ളവരെയും കൊണ്ട് അതാ സഞ്ചരിക്കുന്നു, ബിരീഹിൻ തയ്യിബ, നല്ല ഒരു കാറ്റുമായി, കപ്പൽ സുഗമമായി മുന്നോട്ട് പോകുന്ന കാറ്റിൽ അവരങ്ങനെ പോവുകയാണ്. വഫരിഹു ബിഹ, അതിലവർ സന്തോഷിച്ചിരിക്കെ, ജാഅത്ഹാ റീഹുൻ ആസിഫ്, ഒരു കൊടുങ്കാറ്റ് അവർക്ക് നേരെ വരുന്നു. വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും തിരമാലകൾ അവർക്ക് നേരെ വരുന്നു. അങ്ങനെയുള്ള സമയത്ത് വളന്നു, അവർ വിചാരിക്കുന്നു, അന്നഹും ഉഹീത ബിഹിം, അവർ നശിച്ചത് തന്നെ, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത നിലക്ക് നശിച്ചത് തന്നെ എന്നവർക്ക് ബോധ്യമാവുകയും ചെയ്താൽ, അവർക്ക് തോന്നുകയും ചെയ്താൽ, ദഅവുല്ലാഹ്, അവർ അള്ളാഹുവിനെ വിളിക്കും. മുഖ്ലസീന ലഹുദ്ദീൻ, മുഖ്ലസീന ലഹുദ്ദീൻ, എല്ലാ താഴ്മയും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് അവരെന്താണ് ദുആ ചെയ്യുക? ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, അള്ളാഹുവേ ഇതിൽ നിന്നെങ്ങാനും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായേനെ. എന്നാൽ കരയിലെത്തിയാൽ വീണ്ടും പഴയപടി തന്നെ. അള്ളാഹു സൂറത്തുൽ ഇസ്രായിലും പറഞ്ഞു, വഇദാ മസ്സകുമുദ്ദുർറു ഫിൽ ബഹരി,
നിങ്ങളെ കടലിൽ വെച്ച് പ്രയാസം ബാധിച്ചാൽ ضل من تدعون إلا إياه, നിങ്ങൾ വിളിച്ചു തേടുന്നവരൊക്കെ പോയി, ആരെയും കാണാനില്ല, അല്ലാഹു ഒഴികെ. ഫലമ്മ നജ്ജാകും ഇലൽ ബർ, എന്നാൽ കരയിലേക്ക് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ അറദ്തും, നിങ്ങളത് വീണ്ടും ഈ ഇഖ്ലാസിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. വകാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവൻ തന്നെയാണ്. നോക്കൂ, ഇവരുടെ ഈ വൈരുദ്ധ്യം, ഇത് കാരണത്താലാണ് ഇക്രിമ ഇബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്. ഇസ്ലാമിന്റെ കൊടിയ ശത്രു ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ അബൂജഹൽ, അവന്റെ മകൻ ഇക്രിമ ഇബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. ആദ്യം ഇസ്ലാമിന്റെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കടുത്ത ശത്രുവായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ കണ്ടാൽ കൊല്ലാൻ ഉത്തരവിട്ട കൂട്ടത്തിൽ ഒരാളായിരുന്നു ആര്? ഇക്രിമ ഇബ്നു അബി ജഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു മക്കയുടെ സമയത്ത് ഭൂരിപക്ഷം പേർക്കും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. ബഹുഭൂരിപക്ഷം പേർക്കും മാപ്പ് നൽകുകയാണ് ചെയ്തത്. എന്നാൽ വലിയ ദ്രോഹം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ചെയ്ത ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിട്ടിരുന്നു. അത്ഭുതകരമാണ് അവരുടെ കാര്യം. അവരിൽ ചിലർ കൊല്ലപ്പെട്ടു. ഇബ്നു ഖത്തൽ കാഫിറായി കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബയുടെ വിരിപ്പ്, കഅബയുടെ വിരി പിടിച്ചു നിൽക്കുന്നത് കണ്ടാലും കൊല്ലണം. അതേപോലെ നിൽക്കുന്നത് കണ്ടു കൊലപ്പെടുത്തി. അബ്ദുല്ലാഹിബ്നു അബി സർഹ് അദ്ദേഹത്തെയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹിദായത്തിന് അവസരം നൽകി, അദ്ദേഹം മുസ്ലിമായി. അതുപോലെയാണ് ഇക്രിമ ഇബ്നു അബി ജഹൽ. ഇക്രിമ എന്തു ചെയ്തു? അവിടെ നിന്ന് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി നാടുവിട്ടു പോകാൻ വേണ്ടി കപ്പലിൽ കയറി. ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ള സുനൻ അന്നസായിൽ കാണാം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വഅമ്മ ഇക്രിമ ഫറകിബ അൽ ബഹർ, ഇക്രിമ കടലിൽ സഞ്ചരിച്ചു, കപ്പലിൽ കയറി. ഫഅസാബത്തുഹും ആസിഫ്, കപ്പലിൽ സഞ്ചരിക്കവേ കൊടുങ്കാറ്റങ്ങ് അടിച്ചു വീശി. ഫഖാല അസ്ഹാബു സഫീന, അപ്പോൾ കപ്പലിലുള്ള ആളുകൾ പറഞ്ഞു, അഖ്ലിസൂ, അല്ലാഹുവിനെ മാത്രം വിളിച്ചോ, അല്ലാഹുവിനെ മാത്രം വിളിച്ചോ. ഫഇന്ന ആലിഹതകും ലാ തുഗ്നി അൻകും ശൈഅൻ ഹാഹുന, ഇവിടെ നിങ്ങൾ ഒരൊറ്റ ഇലാഹിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ ഇക്രിമ ബുദ്ധിയുള്ള ആളാണ്. ഇക്രിമ പറഞ്ഞു, വല്ലാഹി ലഇൻ ലം യുനജ്ജിനി മിനൽ ബഹരി ഇല്ല അൽ ഇഖ്ലാസ് ലാ യുനജ്ജിനി ഫിൽ ബർരി ഗൈറുഹു, കടലിൽ ഇഖ്ലാസ് മാത്രമേ എന്നെ രക്ഷിക്കുമെങ്കിൽ അള്ളാഹുവാണ് കരയിലും ഇഖ്ലാസ് രക്ഷിക്കുള്ളൂ. അള്ളാഹനെ മാത്രം വിളിച്ചതുകൊണ്ട് കടലിൽ കാര്യമുള്ളൂ എങ്കിൽ കരയിലും അള്ളാഹനെ വിളിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാര്യമാണല്ലോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ലക അലയ്യ അഹ്ദ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് കരാർ ചെയ്യുന്നു, ഇൻ അൻത ആഫൈതനി മിമ്മ അന ഫീഹ്, ഇതാ എന്റെ ഈ പ്രയാസത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചാൽ, അൻ ആതിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും. ഹത്താ യദഅ യദി ഫീ യദിഹി, എന്നിട്ട് എന്റെ കൈ ഞാൻ അവിടുത്തെ കയ്യിൽ വെക്കും. ഫല അജിദന്നഹു അഫുവൻ കരീമ, അഥവാ നബിക്ക് ബൈഅത്ത് ചെയ്ത് ഞാൻ മുസ്ലിമാവും, അദ്ദേഹത്തെ തീർച്ചയായും ഞാൻ മാപ്പ് നൽകുന്ന ആളും മാന്യനായ ആളുമായിട്ട് തന്നെയാണ് കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മാപ്പ് തരും, എന്നോട് ഔദാര്യം കാണിക്കും, അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ പ്രതിജ്ഞ ചെയ്തു. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഫജാഅ ഫഅസ്ലം, അദ്ദേഹം വന്നു മുസ്ലിമായി. നോക്കൂ, ആരാണ്? ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിന്റെ മകനാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപ്പയെ മുശ്രിക്കുകളുടെ നേതാക്കളിൽ ഒരാളാക്കി. നേതാക്കളിൽ പ്രമുഖനാണ് അബൂജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് ശപിച്ച മുശ്രിക്കുകളിൽ ഒരാൾ. എന്നാൽ മകനോ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളാണ്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിന്റെ കയ്യിലാണ് ഹിദായത്ത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. അവൻ ഹിദായത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അവൻ ഏത് ഇരുട്ടിന്റെ നടുവിലാണെങ്കിലും, ഏത് ഇരുട്ടിന്റെ കോട്ടക്കകത്താണെങ്കിലും അള്ളാഹു വെളിച്ചത്തിലേക്ക് അവനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു ഒരുവനെ ഇരുട്ടിലാക്കാൻ തീരുമാനിച്ചാൽ പ്രകാശം അവന്റെ വീട്ടിനകത്തുണ്ടായാലും സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവാണ് ചത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത്. ജീവനുള്ളതിൽ നിന്ന് ചത്തതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും അള്ളാഹുവാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാനുള്ള കാരണം സഹോദരങ്ങളെ ഇതാണ്. എന്നാൽ നോക്കൂ, ഇന്നത്തെ കാലത്തെ മുശ്രിക്കുകളിൽ പലരുടെയും സ്ഥിതി, അവർ ശിദ്ദത്തിലും കടുത്ത പ്രയാസത്തിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാണ്. അല്ല, അവർ കടുത്ത പ്രയാസത്തിൽ അവരുടെ ശിർക്കിന്റെ കടുപ്പവും കൂടും. ശിർക്കിന്റെ കടുപ്പവും പ്രയാസഘട്ടത്തിൽ കൂടും. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ കാലത്ത് ഷിർക്കിന്റെ ആളുകളായ ഷിർക്കി ഉമ്മത്തിലേക്ക് കടത്തിവിട്ട റാഫിദ, ഷിയഈ കക്ഷികൾ നോക്കൂ, അവർ അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസനെയും ഹുസൈനിനെയും എല്ലാം പ്രയാസഘട്ടങ്ങളിൽ വിളിക്കും. പ്രതിസന്ധി സമയത്ത് അവർ വിളിക്കും. ഖബറിനെ പൂജിക്കുന്ന ആളുകളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. എന്തിന് സുബ്ഹാനല്ലാഹ്, ഈ കാര്യം അങ്ങനെ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ശിർക്കിന്റെ ആളുകൾ പറയുന്നത് നമുക്ക് കാണാം. മമ്പർത്ത തങ്ങളുടെ കഥ പറയുന്ന, പോരിശിയായി പറയുന്നവരുടെ കഥകളിൽ ഒന്നിൽ കാണാം, ഒരിക്കൽ മമ്പർത്ത തങ്ങൾ ആളുകളോട് പറഞ്ഞു, പട്ടാപ്പകൽ പറഞ്ഞു, ഒരു ദിവസം, ഒരു പകലോ അല്ലെങ്കിൽ രാത്രിയോ, ആളുകളോട് പറഞ്ഞു ഒരു തീപ്പന്തം കത്തിച്ച് വലിയൊരു മരത്തിന്റെ മുകളിൽ കെട്ടിവെക്കാൻ. വലിയൊരു മരത്തിന്റെ, ഉയരമുള്ള മരത്തിന്റെ മുകളിൽ ഒരു തീപ്പന്തം കത്തിച്ച് കെട്ടിവെക്കാൻ. അപ്പൊ ആളുകൾ വിചാരിച്ചു, എന്താണ് ഈ തങ്ങൾ പറയുന്നത്, മരത്തിന്റെ മുകളിൽ തീപ്പന്തം കത്തിച്ചു വെക്കാനോ? എന്നാലും തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവർ പന്തം കത്തിച്ച് ഉയരമുള്ള ആ മരത്തിന്റെ മുകളിൽ കെട്ടിവെച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴതാ ആ നാട്ടിൽ ഒരു സംഘം ആളുകൾ വരുന്നു. തങ്ങളെ കാണാനാണ് വരുന്നത്. എന്നിട്ട് തങ്ങളെ കാണാൻ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു കടലിലൂടെ. അങ്ങനെ ഞങ്ങൾക്ക് വഴിതെറ്റി ഞങ്ങളാകെ പ്രയാസത്തിലായി. ആ സമയത്ത് ഞങ്ങൾ മമ്പറത്തെ തങ്ങളെ വിളിച്ചു. മമ്പറത്തെ തങ്ങളെ വിളിച്ചപ്പോൾ അതാ കാണുന്നു ദൂരെ ഒരു വെളിച്ചം. ആ വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, വഴി ഇതാണ്, കരയിലേക്കുള്ള വഴി ഇതാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കപ്പലെടുപ്പിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ ജനങ്ങൾക്കൊക്കെ, നാട്ടുകാർക്കൊക്കെ മനസ്സിലായി, ഇതിനാണ് തങ്ങൾ അന്നത് ആ തീപ്പന്തം കെട്ടിവെക്കാൻ പറഞ്ഞത്. ഇതാ ലഹറ സബബ് ബത്തലൽ അജബ്, കാരണം വെളിപ്പെട്ടാൽ അത്ഭുതമില്ലാതായിനാണ്. അന്ന് തങ്ങൾ പറഞ്ഞ ഇതിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. നോക്കി, മലയാളത്തിൽ എഴുതി വെച്ചതാ. തങ്ങളുടെ കറാമത്ത് കഥയായി മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാണെന്ന് പറയുന്ന മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതും പാടുന്നതിൽ പുണ്യമുണ്ട് എന്ന് പറയുകയും ഇത് അംഗീകരിക്കാത്തവനെ ഇമാമത്തിനോ ഖുതുബക്കോ ഒന്നും കൊള്ളാത്ത മുബ്തദിഅാണ് എന്ന് പറയുകയും ചെയ്യുന്ന കഥകളിൽപ്പെട്ടതാണിത്. സുബ്ഹാനല്ലാഹ്. ഇതും മക്ക മുശ്രിക്കുകൾ ചെയ്തതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അല്ല, വ്യത്യാസമുണ്ട്. അവർ ആ സമയത്ത് അള്ളാഹുവിനെ മാത്രം വിളിച്ചവരായിരുന്നു. അവരെക്കാൾ കടുത്ത ശിർക്ക് സുബ്ഹാനല്ലാഹ് പഠിപ്പിക്കുന്നു. കടലിൽ പെട്ടാലും വിളിക്കേണ്ടത് ആരാൻ? അമ്പർത്ത തങ്ങളാണ് വിളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരങ്ങളെ, ഈ കടുത്ത ശിർക്ക് ഷെയ്ഖ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഷിർക്കിന്റെ ആളുകൾക്കിടയിൽ പോലും നമുക്ക് കാണാം. ഇത് പഴയകാല മുശ്രിക്കുകളെ കടത്തിവെട്ടുന്ന ഇക്കാലത്തെ മുശ്രിക്കുകളുടെ ഒരു രീതിയാണെങ്കിൽ വേറൊരു രീതിയുണ്ട്. അതെന്താണ്?
ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ റിസാലയിൽ കശ്ഫു ശുബ്ഹാത്ത് എന്ന റിസാലയിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, അന്നൽ ഔവലീന പഴയകാലക്കാരായ ആളുകൾ യദ്ഊന മഅല്ലാഹി ഉനാസൻ മുഖറബീന ഇൻദല്ലാഹ്. പഴയകാലത്തെ മുശ്രിക്കുകൾ വിളിച്ചു തേടിയിരുന്നത് ആരെയാണ്? അള്ളാഹുവിങ്കൽ വലിയ അടുപ്പവും സ്ഥാനവും ഉണ്ടായിരുന്ന നല്ല ആളുകളെയായിരുന്നു. ഇമ്മ അംബിയ, ഒന്നുകിൽ നബിമാരെ, വ ഇമ്മ ഔലിയ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അള്ളാഹുവിന് പ്രിയപ്പെട്ട മിത്രങ്ങളെ, വ ഇമ്മ മലായിക, അല്ലെങ്കിൽ മലക്കുകളെ. ഇവരൊക്കെ വിളിച്ച് തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്. അവരെ വിളിച്ചു തേടിയവൻ മുശ്രിക്കാണ്, അവൻ അതിലായി മരിച്ചാൽ നരകത്തിൽ ശാശ്വതനാണ്. വൽഇയാദു ബില്ലാഹ്. ഔ യദ്ഊന അശ്ജാറൻ വ അഹ്ജാറ, അല്ലെങ്കിൽ വിളിക്കുന്ന ആരെയായിരിക്കും? കല്ലിനെയും മരത്തെയും. കല്ലും മരവും അതിന്റെ പ്രത്യേകത എന്താണ്? മുതിഅഅതൻ ലില്ലാഹ് വലൈസത ആസിയ. കല്ലും മരവും എന്തായാലും അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ചത്, അള്ളാഹു എന്ത് ഹുദയാണ് അതിന് നൽകിയത്, അതിന് അള്ളാഹു നൽകിയ മാർഗദർശനം എന്താണോ അതിനനുസരിച്ചാണ് അതിന്റെ ജീവിതം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബ് ആരാണ്? എല്ലാത്തിനും അതിന്റെ രൂപം, അതിന്റെ രൂപഘടന നൽകുകയും അതിനെ പടക്കുകയും സുമ്മ ഹദാ, എന്നിട്ട് അതിന്റെ മാർഗം അതിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് റബ്ബ്, ഞങ്ങളുടെ റബ്ബായ അള്ളാഹു. ഓരോ പക്ഷിയും അതുപോലെ ജന്തുക്കളും എല്ലാം അതിന് അള്ളാഹു എന്താണോ മാർഗദർശനം നൽകിയത് അതിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ളതിനൊക്കെയാണ് പഴയ ആളുകൾ ആരാധിച്ചത്. നബിമാരെ, സാലിഹുകളെ, അവർക്ക് അള്ളാഹുവിന്റെ അടുപ്പക്കാരാണ്, അള്ളാഹുവിനോട് അടുത്തവരാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനോട് യാതൊരു ധിക്കാരവും ചെയ്യാത്ത കല്ലിനെയും മരത്തെയും. വാഹുലു ജമാനിന, എന്നാൽ നമ്മുടെ കാലക്കാരായ മുശ്രിക്കുകൾ യദ്ഊന മഅല്ലാഹി, അള്ളാഹുവോടൊപ്പം അവർ വിളിക്കുന്നു ഉനാസം മിൻ അഫ്സഖിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഫാസിഖുകളായ വൃത്തികെട്ടവന്മാരായ പലരെയുമാണ് ഇന്നത്തെ ശിർക്കിന്റെ ആളുകൾ വിളിക്കുന്നത്. വല്ലദീന യദ്ഊനഹും ഹുമുല്ലദീന യുഹ്കൗന അൻഹുമുൽ ഫുജൂറു മിനസ്സിന വസ്സരിഖതി വതർക്കി സ്സലാത്തി വഗൈരി ദാലിക്. ഇവർ വിളിച്ചു തേടുന്ന ആളുകൾ, അവരിൽ നിന്ന് ഇവർ തന്നെ കഥകൾ ഉദ്ധരിക്കും, വൃത്തികേടിന്റെ കഥകൾ, വ്യഭിചാരത്തിന്റെ, മോഷണത്തിന്റെ, നിസ്കരിക്കുകയില്ല ഏതെങ്കിലുള്ള കഥകൾ ഇവർ തന്നെ പറയും. വല്ലദീ യഅ്തഖിദു ഫിസ്സാലിഹി ഔല്ലദീ ലാ യഅസി مثل الخشب والحجر أهون مما يعتقد في من يشاهد فسقه وفساده ويشهد به. നോക്കണം, സാലിഹായ നല്ല ആളുകൾ, അല്ലെങ്കിൽ തെറ്റൊന്നും ചെയ്യാത്ത കല്ലും മരവും പോലെ ഉള്ള, അതിനെക്കുറിച്ച് അത് ഇലാഹിന്റെ സ്ഥാനത്താണ്, അതിന് ഇലാഹിയത്തുണ്ട് എന്ന് വിശ്വസിക്കുക എന്നത് ഇപ്പറഞ്ഞതിനേക്കാളും നിസാരമാണ്. ഇവൻ ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ആരെക്കുറിച്ചാണ്? ഏറ്റവും വലിയ ധിക്കാരികളായ, തോന്നിവാസികളായ, ഫസാദിന്റെ ആളുകളായ ആളുകളെ. സുബ്ഹാനല്ലാഹ്. എന്നു മാത്രമല്ല സഹോദരങ്ങളെ, അത് വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണെങ്കിൽ കുഫറിന്റെ ആളുകളെ വരെ, കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞവരെ വരെ ഇലാഹുകളാക്കുന്ന ആളുകളെ കാണാം. ഇത് സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇതുപോലുള്ള ഇത്രയും മോശമായ ജീർണത മുസ്ലിം ഉമ്മത്തിനിടയിൽ തന്നെ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണിത് സംഭവിച്ചിട്ടുള്ളത്? പിശാച് എങ്ങനെയാണ് ഇവരെ ഈ തരത്തിൽ വഴിതെറ്റിച്ചിട്ടുള്ളത്? അതിൽ പലതിനും കാരണം സഹോദരങ്ങളെ, അവരെ ഒന്ന് അവരുടെ വിവരക്കേടാണ്. അതുപോലെ അവരുടെ വിവരക്കേട് ചൂഷണം ചെയ്യുന്ന, ദീൻ പഠിച്ചു എന്ന് പറയുന്ന പലരുമാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ ഔലിയാക്കൾ ആണെന്ന് പലരും പറയുന്ന ചിലരുടെ സ്ഥിതി എന്താണ്? അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കളുടെ അടയാളം വല്ലതും അവരിലുണ്ടോ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയായിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ആരാണ് അള്ളാഹുവിന്റെ ഔലിയ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അള്ളാഹുവിന്റെ ഔലിയ എന്നാൽ, അള്ളാഹുവിന്റെ ഉറ്റമിത്രങ്ങൾ എന്നാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അള്ളാഹു പറയുന്നു ആരാണ് ഔലിയ? അല്ലദീന ആമനു, ഈമാനുള്ളവരാണവർ, വകാനു യത്തഖൂൻ, തഖ്വയുള്ളവരാണവർ.
ഈമാനും തഖ്വയുമുള്ള ആളാണ് വലി. ആരാണ് വലി? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കുല്ലു മുഅ്മിനിൻ തഖി. ആരാണ് അല്ലാഹുവിന്റെ വലി? കുല്ലു മുഅ്മിനിൻ തഖി. തഖ്വയുള്ള എല്ലാ മുഅ്മിനും ആണ് അല്ലാഹുവിന്റെ വലികൾ. അല്ലാഹുവിന്റെ ഇഷ്ടമിത്രങ്ങൾ അല്ലാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അടിമ ഞാൻ അവന് ഫർദാക്കിയ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ മറ്റൊന്നും ചെയ്തുകൊണ്ട് അടുക്കുകയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? സഹോദര, അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് എന്താണോ അത് പ്രവർത്തിക്കുക. 5 നേരത്തെ ഫർദായ നിസ്കാരം, സക്കാത്ത് കൊടുക്കുക, നോമ്പ് നോൽക്കുക, കഴിവുള്ളവൻ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം അത് പ്രവർത്തിക്കുക. പിന്നീട് അവൻ പുണ്യകർമ്മങ്ങൾ നിർബന്ധമാക്കാത്ത, ഞാൻ അവർക്ക് നിർബന്ധമാക്കിയിട്ടില്ലാത്ത പുണ്യകർമ്മങ്ങൾ, നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ ചെയ്യൽ നല്ലതാണ്, മുസ്തഹബ്ബാണ്, സുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന കർമ്മങ്ങൾ അത് ചെയ്യും. അങ്ങനെ അവൻ അത് ചെയ്ത് ഞാൻ അവനെ ഇഷ്ടപ്പെടുമാറ് അവൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊണ്ടാണ് കാണുക. കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി. എന്നെ കൊണ്ടാണ് അവൻ കാണുക, എന്നെ കൊണ്ടാണ് അവൻ കാണുക, കേൾക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ ബാ എന്താണെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായി വിശദീകരിച്ചത് കാണാം. അഥവാ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ കാണുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ, അള്ളാഹു ഇഷ്ടപ്പെട്ടിടത്തേക്ക് മാത്രമേ അവൻ കാലുകൾ കൊണ്ട് സഞ്ചരിച്ചു പോവുകയുള്ളൂ. ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ചില അത്ഭുത സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചേക്കും. അവർക്ക് ചില അഥവാ സാധാരണ നടക്കാത്ത ഖവാരിഖുൽ ആദ, സാധാരണ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചേക്കും. 2 സഹാബിമാർ ഉസൈദ് ഇബ്നു ഖുദൈർ, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും നടന്നു പോകുമ്പോൾ രാത്രി ഒരു പ്രകാശം അവരുടെ മുന്നിലൂടെ അതാ സഞ്ചരിക്കുന്നു. രണ്ടുപേരും 2 വീട്ടിലേക്ക് 2 വഴിക്കായി തിരിഞ്ഞപ്പോൾ ആ പ്രകാശം 2ആയി അവരോടൊപ്പം അവരുടെ വീട് വരെ എത്തിയിരിക്കുന്നു. വീട് വരെ അവരുടെ കൂടെ പ്രകാശമുണ്ട്. സഹീഹായ ഹദീസുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് നൽകുന്നതാണ്. അല്ലാഹു അവരിലൂടെ പ്രകടിപ്പിച്ച അത്ഭുതമാണത്. അവർക്ക് അല്ലാഹു നൽകിയ കറാമത്താണത്. അത് സഹോദരങ്ങളെ ഒരിക്കലും അങ്ങനെ വല്ലതും കണ്ട മുഅ്മിനുകൾ അത് ജനങ്ങളോട് പാടിപ്പറഞ്ഞ് ഞാനിതാ അള്ളാന്റെ വലിയാണ് എന്ന് പറഞ്ഞു നടക്കുകയോ, ഞാനിതാ വലിയ ശൈഖാണ് എന്റെ ത്വരീഖത്തിൽ ചേർന്നോളൂ എന്ന് പറയുകയോ ഒരിക്കലും ചെയ്യുകയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു അപ്പം മനസ്സിലാക്കാൻ അള്ളാന്റെ വലിയല്ല, ശൈത്താന്റെ വലിയ, പിശാചിന്റെ മിത്രമാണ്. അള്ളാഹുവിന്റെ വലിയകളുടെ സ്വഭാവമേ അല്ലാതെ അങ്ങനെ അവർ പറയുകയില്ല. അതായത് തന്നിലേക്ക് ക്ഷണിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അവർ ആ സംഭവിച്ച സംഭവം ഒരാളോടും പറയുകയില്ല എന്നല്ല, ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ തന്നിലേക്ക് ക്ഷണിക്കുക, താൻ അള്ളാന്റെ വലിയാണെന്ന് അവകാശപ്പെടുക, അതുപോലെ താൻ വലിയ ശ്രേഷ്ഠതയുള്ള ആളാണ് എന്ന് സ്വന്തം മഹിമ പറയുക, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ രീതിയല്ല. അവരത് മറച്ചുവെക്കുകയാണ് ചെയ്യുക. താൻ വലിയാണെന്ന് പറയുകയും എന്നിട്ട് അള്ളാഹു തൃപ്തിപ്പെടാത്ത ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരുവൻ ചെയ്യുകയും ചെയ്താൽ അവൻ പിശാചിന്റെ വലിയാണ്. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കിലുള്ളതുപോലെ, നീ ഒരുവൻ വായുവിലൂടെ നടക്കുന്നത് കണ്ടാലും, കടലിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും, വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും നീ അവൻ അള്ളാന്റെ വലിയാണെന്ന് പറയരുത്. അവന്റെ അമൽ നീ ദീനുമായി ശരീഅത്തുമായി തട്ടിച്ചു നോക്കിയിട്ടല്ലാതെ. അമൽ ശരീഅത്തിനോട് യോജിക്കണം. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അവരെക്കാളും മുന്തിയ ഔലിയാക്കൾ മറ്റാരുമില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ മുശ്രിക്കുകൾ തടവിലാക്കുന്നു. ചങ്ങലയിൽ ബന്ധിതനാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ കാണാം, അദ്ദേഹത്തിന്റെ കയ്യിൽ മുന്തിരിക്കുലകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഖുർആനിലെ മറിയമിന് അല്ലാഹു നൽകിയത് كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. زكريا عليه الصلاة والسلام മറിയമിന്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാം കാണാം ഭക്ഷണം. ഉഷ്ണകാലത്ത് ലഭിക്കാത്ത പഴങ്ങൾ ഉഷ്ണകാലത്ത്, ശൈത്യകാലത്ത് ലഭിക്കാത്ത പഴങ്ങൾ ശൈത്യകാലത്ത്. എവിടെ നിന്നാണ് ഇത് മറിയമേ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റിസ്ക് നൽകും. എന്താണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? എന്നാ പിന്നെ മറിയമിനോട് ഇസ്തിഗാസ നടത്തിക്കളയാം എന്നാണോ? അല്ല. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, തൊട്ടടുത്ത ആയതാണ്. അവിടെ അതാ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. എന്റെ റബ്ബേ, നീ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണം, തയ്യിബത്തായ നല്ലൊരു സന്താനത്തെ നൽകണം, നീ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. കാരണം അള്ളാഹുവിന്റെ ഖുദ്റത്താണിത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഔലിയാ ഉണ്ട്, കറാമത്തുണ്ട്. പക്ഷേ ഈ ആളുകൾ ഇതെല്ലാം വളച്ചൊടിച്ച് അതെല്ലാം ശിർക്കിലേക്കുള്ള വഴികളാക്കി തീർക്കുകയാണ്. ഇവർ ഔലിയ ആണെന്ന് പറയുന്ന പലരുടെയും സ്ഥിതി എന്താണ്? നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ വലിയ പോരിശ പറയുന്ന ഔലിയാക്കൾ, അവരിൽ പ്രമുഖരാണെന്ന് പറയുന്ന പലരും, CM മടവൂറിനെ പോലെ അവരുടെ കൂടെ ജീവിച്ച ആളുകൾ അതാ ഇവരുടെ കൂട്ടത്തിൽ തന്നെ പറയുന്നു നിസ്കരിക്കാറില്ലായിരുന്നു. റമദാൻ മാസം ബീഡി വലിച്ചു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകൾ പറയുകയാണ് ഇതുപോലുള്ളത് ശ്രേഷ്ഠതയായി പറയുന്നു. നിസ്കരിക്കുന്നില്ല. എന്നിട്ടോ ചോദിച്ചാൽ അദ്ദേഹത്തിന് ധാരാളം ശരീരങ്ങളുണ്ട്. അബ്ദാൽ എന്നു പേരുള്ള ഔലിയാക്കളിലെ ഒരു പ്രത്യേക വിഭാഗമാണ്. അപ്പോ ഒന്നിവിടെയാണെങ്കിലും വേറൊന്ന് കാബത്തിങ്കൽ നിസ്കരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു എന്നാണ്. ഇത് ഇവിടെ മാത്രമുള്ള കഥയൊന്നുമല്ല. നമ്മൾ വിചാരിക്കരുത് ഇതൊക്കെ ജഹല് നിറഞ്ഞ് കിടക്കുന്ന, ഇരുട്ട് നിറഞ്ഞ നാടുകളിലെല്ലാം പറയുന്ന കഥയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നിൽ ഇതുപോലത്തെ സൂഫികളുമായി ജീവിച്ച ഒരാൾ, അദ്ദേഹം പിന്നീട് വലിയ പണ്ഡിതനായി തീർന്നു. അദ്ദേഹം സൗദി അറേബ്യയിലെത്തുകയും എന്നിട്ട് അല്ലാമ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തെ കാണുകയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവിടെയുള്ള ഔലിയാക്കളോട് ചിലരോട് ചോദിച്ചാൽ നിസ്കരിക്കുന്നില്ല ചോദിച്ചാൽ അദ്ദേഹം കാബത്തിങ്കൽ നിസ്കരിക്കുന്നുണ്ട്, ഹറമിൽ നിസ്കരിക്കാൻ എന്ന് പറയും. അപ്പൊ നോക്കണം, വളരെ ലളിതമായ ഒരു ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്നാണ്. അതാണ് അദ്ദേഹം ചിന്തിക്കാൻ കാരണമായത്. അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെ ശരിയാവും? അവിടുത്തെ സമയം വേറല്ലേ? അവിടുത്തെ നിസ്കാരത്തിന് സമയമല്ലല്ലോ ഇവിടുത്തെ സമയം, അപ്പൊ എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചു. അതാണ് ഇദ്ദേഹം പിന്നീട് ചിന്തിക്കാൻ കാരണമായത് എന്നാണ്. പിന്നീട് നിസ്കരിക്കാത്ത, അതുപോലെ ഫവാഹിഷ് വൃത്തികേടുകൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഹറാമായ രൂപത്തിൽ ഒരിക്കലും അവർക്ക് മഹറമല്ലാത്ത രണ്ട് സ്ത്രീകളെ കാണുന്നു, വൃത്തികേടുകൾ കാണുന്നു. അപ്പൊ വ്യാഖ്യാനിക്കാൻ അത് ഒന്ന് ദുനിയാവ് ഒന്ന് ആഖിറത്തുമാണ്. കൂടുതൽ ഭംഗിയുള്ള ദുനിയാവിനെ കണ്ട് നീ വഞ്ചിതനാകരുത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ഏത് വൃത്തികേടുകൾ കണ്ടാലും അതിനൊക്കെ എന്തെങ്കിലും വ്യാഖ്യാനം നൽകും, അതിന് ന്യായീകരണങ്ങൾ ചമക്കും. സുബ്ഹാനല്ലാഹ്. അവർ വിശ്വസിക്കുന്നു, ഈ ആളുകൾ കരുതുന്നു ഇവർക്ക് ശരീഅത്ത് ബാധകമല്ല. ശരീഅത്ത് ബാധകം ആർക്കാണ്? ഹറാമു ഹലാലൊക്കെ ബാധകം നിങ്ങൾക്ക് സാധാരണക്കാരായ അവാമുന്നാസിനാണ്. ഇവർ പ്രത്യേകക്കാരായ ചില ആളുകളാണ്. ഇവർക്ക് ശരീഅത്ത് ബാധകമല്ല, ഇവർക്ക് ഹഖീഖത്താണ്. ഇതാണ് സഹോദരങ്ങളെ ഈ കുഫറിന്റെ വാദമാണ് ദുനിയാവിലെ എല്ലാ സൂഫി തരീഖത്തുകളും പഠിപ്പിക്കുന്നത്. തരീഖത്തുകൾ, സൂഫിസം മനോഹരമായ പേരാണ്. ഈ ആളുകൾക്കിടയിൽ സുന്ദരമായ ഇസ്ലാമിന്റെ മുഖമാണ് സൂഫിസം. ഇസ്ലാമിന്റെ എല്ലാ ശത്രുക്കളും അതിൽ ഇത്തിഫാഖാണ്. നമ്മുടെ നാട്ടിൽ വേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു തരീഖത്തുണ്ട്. കേരളത്തിലെ ഇരു സമസ്തകളും പിഴച്ചതാണെന്ന് പറഞ്ഞ തരീഖത്ത്. അപ്പൊ അത് എന്ത് ജാതി പിഴച്ചായിരിക്കും? സമസ്തയോ പിഴച്ചത് രണ്ടും.
അത് രണ്ടും പിഴച്ചതാണെന്ന് പറയണമെങ്കിൽ എങ്ങനത്തെ പിഴവായിരിക്കും അത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള തരീഖത്ത് അതിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ് വലിയ ഒരു നേതാവാണ്. നേതാവിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ ഇതിനെ മുസ്ലിമീങ്ങളുടെ രക്ഷകനായിട്ടൊക്കെ സ്വയം ചകമയുന്ന ഒരു നേതാവാണ്. പോകട്ടെ, പിന്നെ ഇതിനെ പരിപോഷിപ്പിക്കുന്നതും ഇതിനെ പുകഴ്ത്തുന്നതും ഇതിന് പ്രോത്സാഹനം നൽകുന്നതുമാരാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുത പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘപരിവാർ എന്നൊക്കെ അറിയപ്പെടുന്ന കക്ഷികൾ. നോക്കൂ, ആരാണ് ഇതിനെ പൊക്കി നടക്കുന്നത്, ഇതിനെ പുകഴ്ത്തുന്നത് എന്നത് മാത്രം ചിന്തിച്ചാൽ ഒരാൾക്ക് ഇത് പഴച്ചതാണെന്ന് മനസ്സിലാവും. ചില മുൻഗാമികൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇവരുടെ ഒരാളുടെ ബിദഅത്ത് മനസ്സിലായില്ലെങ്കിലും അവരുടെ ഉൽഫത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, കൂട്ടുകെട്ട് ആരുമായിട്ടാണെന്ന് മനസ്സിലാവും. ബിദഅത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും കൂട്ടുകെട്ട് തിരിച്ചറിയാം എന്നതുപോലെ ആരാണ് ഇതിനെ പുകഴ്ത്തുന്നത്, ആരാണ് ഇതിനെ ഇതാണ് ഇസ്ലാമിന്റെ മുഖം, ശരിയായ മുഖം എന്ന് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ ഒരിക്കലും ഈ കാലത്ത് യോജിക്കാത്തതായി കാണുന്ന ആളുകൾ അവർ പറയുന്നു യോജിക്കുന്ന ഒരു മുഖം അത് സൂഫി മുഖമാണ്. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് സൂഫി മുഖം, അതാണ് ശരിയായ ഇസ്ലാം. അല്ല, അത് ഒരിക്കലും ഇസ്ലാമേ അല്ല. കാരണം ഈ സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തിലെ സത്യം, അതായത് കുഫറിലെ ഹക്ക് എന്ന് തലക്കെട്ട് കൊടുത്ത് പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ചിന്താഗതിയുള്ള ആളുകൾ. സഹോദരങ്ങളെ, ഇത് ഈ രൂപത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്തും കാണുന്ന തരീഖത്തുകൾ, സൂഫിസം, ഇതിന്റെ എല്ലാം ഇവരുടെ വാദമാണ് ചിലർക്ക് ശരീഅത്ത് ബാധകമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ചിലർക്ക് ബാധകമല്ല. പഠിച്ചു വെച്ചോളൂ സഹോദരങ്ങളെ, ഈ ദീനിന്റെ ഇസ്ലാമിന്റെ 3 പ്രത്യേകതകളുണ്ട്. 3 പ്രത്യേകതകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ 3 പ്രത്യേകതകൾ. അത് നിഷേധിച്ചവൻ ഒരിക്കലും മുസ്ലിമല്ല. 1 കമാൽ, 2 അൽ ഉമൂമു വശുമൂൽ. 1 കമാലാണ്, അഥവാ പൂർണ്ണതയാണ്. 2 അൽ ഉമൂമു വശുമൂൽ, പൊതുവാണ്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്, എല്ലാവർക്കും ബാധകമാണ് എന്നതാണ്. 3-മത്തേത് അൽ ബഖാ, അവസാന നാൾ വരെ നിലനിൽക്കുന്നതാണ് എന്നതാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, മുഹമ്മദ് നബിക്ക് അള്ളാഹു അവതരിപ്പിച്ച ഈ ദീനിന്റെ ഇസ്ലാമിന്റെ 3 പ്രത്യേകതകളാണ്. അൽ കമാൽ, 2 അൽ ഉമൂമു വശുമൂൽ, 3 അൽ ബഖാ. 1-മത്തേത് എന്താണ്? അൽ കമാൽ, ഈ ദീൻ പൂർണ്ണമാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിലൊന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല. സഹാബിമാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുമ്പോൾ ആകാശത്തുകൂടി പറക്കുന്ന ഒരു പറവ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ഹുക്കും, വിധിവിലക്ക് എന്താണ്, ഒരു പക്ഷിയെ സംബന്ധിച്ച് എന്താണ് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട വിധിവിലക്ക്, അതിൽ ഹറാം ഹലാലും എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹാബിമാരിൽ ഒരാൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ബാദിഖ് എന്നു പേരുള്ള ഒരു പാനീയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തൊരു പാനീയമായിരുന്നു അത്. പക്ഷെ ആ സഹാബി പറഞ്ഞു, സബഖ മുഹമ്മദുൻ ബാദിഖ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിഖിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തില്ല പാനീയം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അതാണ് ഇതിന്റെ വിധി. ലഹരി ഉണ്ടാക്കുന്നതാണോ? ഹറാമാണ്. ലഹരി ഉണ്ടാക്കുന്നതല്ലേ നല്ല പാനീയമാണോ? ശരി, അത് ഹലാലാണ്. അതാണ് അതിന്റെ വിധി. ഒരു സ്ത്രീ ഒരിക്കൽ സഹാബിയായ ഒരു സഹാബിയോട് വന്ന് ഒരു വിധി ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് ചില സ്ത്രീകളെ, ചില മുഖത്ത് ചില മാറ്റങ്ങൾ വരുത്തുന്ന ചില സ്ത്രീകൾ, അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ ചില മാറ്റങ്ങൾ. അപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള സ്ത്രീകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പണ്ട് കാലത്ത് പല്ലുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കുക എന്നത് ഒരു രീതിയായിരുന്നു. പഴയ സൗന്ദര്യ സങ്കല്പം അങ്ങനെയായിരുന്നു. പല്ലിനിടയിൽ
വിടവുണ്ടാകുക എന്നുള്ളത്. ഇന്ന് സൗന്ദര്യ സങ്കല്പം വേറെ ആയിരിക്കും. അങ്ങനെ ചില കാലത്ത് ചില നാട്ടിലൊക്കെ വേറെയാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ട് കാലത്ത് ചില നാട്ടിലൊക്കെ പൊണ്ണത്തടിയും അതുപോലെ കുടവയറുമൊക്കെ സൗന്ദര്യത്തിന്റെ ആഠ്യത്വത്തിന്റെ അടയാളം ആയിരുന്നു എന്ന്. കാരണം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണ് എന്നതിന്റെ അടയാളാണത്ര. അത് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് അങ്ങനെയല്ലല്ലോ. പൊതുവെ ആളുകൾ ഭംഗിയായി കാണുന്നത് ആളുകൾ മെലിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മാറിക്കൊണ്ടിരിക്കും. അല്ലാഹു ആലം. അങ്ങനെ പണ്ട് കാലത്ത് പല്ലിനിടയിൽ വിടവുണ്ടാക്കുക, രാഗി മിനിക്ക് വിടവുണ്ടാക്കുക എന്നത് ഒരു രീതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. അതുപോലെ മുടി വെച്ചുപിടിപ്പിക്കുക, സ്ത്രീകൾ ഉള്ള മുടിക്ക് കൂടെ വേറെ വെച്ചുപിടിപ്പിക്കുക. അതുപോലെ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ആ സഹാബി അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബിലുള്ള കാര്യം, അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു പറഞ്ഞ കാര്യം എനിക്കെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, ഞാൻ ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ട്, ഞാൻ ഈ കാര്യം ഖുർആനിൽ കണ്ടിട്ടില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, നീ ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ടെങ്കിൽ നീ കണ്ടിട്ടുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കുക. നബി എന്താണോ വിലക്കിയത് അത് ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവനെ ശപിച്ചാൽ, ഒരുവളെ ശപിച്ചാൽ അവളെ അള്ളാഹു ശപിച്ചതുപോലെ തന്നെയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് പൂർത്തിയായ ദീനാണ്. അതിന് ബിദ്അത്തുകൾക്ക് സ്ഥാനമില്ല. രണ്ടാമത്തെ പ്രത്യേകത അൽ ഉമൂം വശുമൂൽ, ഇത് എല്ലാവർക്കും ബാധകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ ഇനി ഒരു യഹൂദിക്ക് ഞാൻ മൂസാ നബി പഠിപ്പിച്ച തൽമൂദ് എന്റെ കയ്യിലുണ്ട്, എനിക്കിത് മതി എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ഇഞ്ചീൽ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. രണ്ടാമത്തെ പ്രത്യേകത ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നതാണ്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയൂ നബിയെ ഞാൻ നിങ്ങൾ മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ഞാൻ നിയോഗിക്കപ്പെട്ടതിനു ശേഷം ഞാൻ ഏതൊന്നും കൊണ്ടാണോ അയക്കപ്പെട്ടത് അതിൽ വിശ്വസിക്കാതെ മരിക്കുന്ന യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ, അള്ളാഹുവാണ് സത്യം, അവൻ നരകത്തിലാണ്. യഹൂദി നസ്രാനികൾ പഴയ കിതാബ് നൽകപ്പെട്ടവരാണ്. അവർക്ക് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ശേഷം ഇനി നബിയിൽ വിശ്വസിക്കാതെ രക്ഷയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഇനി ഉള്ള എല്ലാവർക്കും ബാധകമാണ്. ആരെങ്കിലും എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. വേണ്ട. ആരെങ്കിലും വേറൊരാൾക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എനിക്ക് ബാധകം തന്നെ, പക്ഷെ അദ്ദേഹത്തിന് ബാധകമല്ല എന്ന് പറഞ്ഞവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. എന്തിന് അഹ്ലുൽ കിതാബിൽ ഒരു വിഭാഗമുണ്ട്. അഹ്ലുൽ കിതാബിൽ ഒരു വിഭാഗമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ നസ്രാനികൾക്കുള്ള മറുപടിയായ പ്രസിദ്ധമായ കിതാബിൽ അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ് എന്ന കിതാബിൽ ഈ വാദത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാദം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലൊക്കെ തന്നെ, പക്ഷെ അറബികളിലേക്കുള്ള റസൂലാണ്, നമുക്ക് ബാധകമല്ല. നോക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് വരെ അവൻ അംഗീകരിച്ചു, എന്നിട്ട് മുസ്ലിമായോ? ഇല്ല. അവന്റെ സ്ഥാനം നരകമാണ്, കുഫറാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതു മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന ഓരോരുത്തർക്കും ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ, അള്ളാഹുവിന്റെ റസൂലാണ് അവിടുന്ന്, ആ നബി പഠിപ്പിച്ച മാർഗത്തിലൂടെ അല്ലാതെ ഇനി സ്വർഗത്തിലേക്ക് വേറൊരു വഴിയില്ല, നബി പഠിപ്പിച്ചതുപോലെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കാതെ ഒരാൾക്കും രക്ഷയില്ല. ഇതിനാണ് ഈ സൂഫികളുടെ വിശ്വാസം. മൂന്നാമത്തെ കാര്യം ബഖാ, ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകും. ഈ ദീൻ ഇല്ലാതെയായാൽ, ഈ ദുനിയാവിൽ ഈ ദീനിന്റെ ഒരാളും ഇല്ലാതെയായാൽ മാത്രമേ ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ. അതുവരെ ഈ ദീൻ ഇവിടെ ബാക്കിയുണ്ടാകും. ഇത് ഈ ദീനിന്റെ മൂന്ന് പ്രത്യേകതകളാണ്. ഒന്ന്, ഈ ദീൻ അത് പൂർത്തിയായതാണ്. രണ്ട്, ഇതെല്ലാവർക്കും ബാധകമാണ്, ഇതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. മൂന്ന്, ഇത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകും. ഇതിനെതിരാണ് സഹോദരങ്ങളെ എല്ലാവിധ സൂഫി അതുപോലെ തരീഖത്തുകാരുടെയും വിശ്വാസം എന്ന് പറയുന്നത്. അത് സഹോദരങ്ങളെ കുഫറാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.
ഇത് വഹാബികൾ പറയുന്ന, ആളെ കാഫറാക്കാൻ നടക്കുന്ന വഹാബികളെ വാദമാണെന്ന് അവർ പറയുന്നത് പോലെ ഇവരൊക്കെ ജനങ്ങളിങ്ങനെ കാഫറാക്കി നടക്കലാണ്. ആ വഹാബികളുടെ വാദമാണിത് എന്ന് സഹോദരങ്ങൾ നിങ്ങളാരും വിചാരിക്കരുത്. ഇസ്ലാമിന്റെ വാദമാണ്. അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവരും അംഗീകരിക്കുന്നുവെന്ന് വായ കൊണ്ട് പറയുന്ന ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, സൂറത്തുൽ കഹ്ഫിൽ എല്ലാവരും വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തല്ലേ, സൂറത്തുൽ കഹ്ഫിലുള്ള ഖദറിന്റെയും മൂസായുടെയും അലൈഹിമ സ്വലാത്തു വസ്സലാം സംഭവം. ഖദർ നബി, ഖിദർ എന്നും വായനയുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഖദറിനെ കാണാൻ വേണ്ടി പോകും. ഖദറിനോട് എന്നെ കൂടെ കൂട്ടണമെന്ന് പറയും. നിബന്ധന വെക്കും, ഞാൻ ചെയ്യുന്നതൊന്നും ഇങ്ങോട്ട് ചോദ്യം ചെയ്യരുത്, അങ്ങോട്ട് പറഞ്ഞിരുന്നത് വരെ. 3 കാര്യങ്ങൾ ഖദർ ചെയ്യും. ഒന്ന്, ഒരു കപ്പലിൽ അവരെ വെറുതെ ഫ്രീ ആയി കയറ്റിയ കപ്പലായിരുന്നു. അതിന് ഒരു കേടുപാട് വരുത്തും. മൂസാ നബിക്ക് സബർ കിട്ടിയില്ല, മറന്നുകൊണ്ട് ചോദിക്കും, എന്താ ഇങ്ങനെ ചെയ്തത്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല, ഞാൻ മറന്നുപോയതാണ്, ഇനി മറന്നുപോയതിന് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. രണ്ടാമത്, ഒരു കുട്ടിയെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം തലമുരടി കൊന്നുകളയും. എന്താണ് നിങ്ങൾ ഈ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലോ ചോദിക്കരുത്, ഇനി ചോദിച്ചാൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോളൂ. മൂന്നാമത്, ഒരു നാട്ടിലെത്തി, ആ നാട്ടിൽ ആരും അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല, അവർക്കൊന്നും നൽകിയില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വീഴാറായ ഒരു ചുമര് ഖദർ കെട്ടിക്കൊടുത്തു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും കൂലി വാങ്ങിക്കൂടായിരുന്നു? അതാ ഫിറാഖു ബൈനി വബൈനിക്, ഇതാ നമ്മൾ ഇവിടെ പിരിയുന്നു. എന്നിട്ട് 3ന്റെയും യാഥാർത്ഥ്യം എന്താണെന്ന് ഖദർ പഠിപ്പിച്ചു കൊടുത്തു. ഒന്ന്, കപ്പൽ, അത് നല്ല കപ്പലുകളൊക്കെ പിടിക്കാൻ വരുന്ന ഒരു രാജാവ് പിന്നിലുണ്ടായിരുന്നു, അത് പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ കേട് വരുത്തിയതാണ്. രണ്ടാമത്തത്, ഈ കുട്ടി, അതിന്റെ ഉമ്മയും ഉപ്പയും മുഅ്മിനുകളാണ്, അവരെ ഈ കുട്ടി കുഫറിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അള്ളാഹു ആ മാതാപിതാക്കൾക്ക് വേറെ നല്ല സന്താനത്തെ അതിനു പകരം നൽകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. മൂന്നാമത്, ഈ ചുമർ, അത് അവിടെയുള്ള ആ പട്ടണത്തിലെ 2 യതീമുകളുടെ അവർക്കുള്ള ഒരു നിധി ആ ചുമരിനടിയിലുണ്ട്. അവരുടെ 2 പേരുടെയും പിതാവ് സാലിഹായ ഒരാളായിരുന്നു, അല്ലെങ്കിൽ പൂർവ്വപിതാക്കളിൽ ഒരാൾ. അതുകൊണ്ട് അവർ വലുതായി ആ നിധി അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ആ ചുമര് നേരെ ആക്കിയത്, അല്ലെങ്കിൽ അവർക്കത് കിട്ടുകയില്ല. എന്നിട്ട് ഖദർ പറഞ്ഞു, വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഈ ആളുകൾ പറയും, കണ്ടോ, ഖുർആനിലില്ലേ പുറമേക്ക് അങ്ങനെ തെറ്റാന്നൊക്കെ തോന്നും, പക്ഷേ ഔലിയാക്കന്മാർ അങ്ങനെ പലതും ചെയ്യും, നമ്മളതിനൊന്നും എതിർക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇത് സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതിനെതിരാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ പോലെയാണോ മൂസാ നബി? അല്ല. മൂസാ നബി ബനു ഇസ്രായേലിലേക്കുള്ള നബിയാണ്. ഖദറിന് മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമല്ല. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്നും അള്ളാഹുവിന്റെ വലിയാണെന്നും 2 അഭിപ്രായമുണ്ട്. നബിയാണെന്ന അഭിപ്രായമാണ് ശരിയായ അഭിപ്രായം. ഇനി ഏതഭിപ്രായം വച്ചാലും ശരി, ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അള്ളാഹുവിന്റെ വഹ്യനുസരിച്ച്, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ചെയ്തതാണ്. അപ്പൊ അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും തമ്മിൽ എങ്ങനെ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും? അപ്പൊ ഇത് സഹോദരങ്ങൾ, ഈ തെളിവുപിടുത്തം ഈ ആളുകൾ ചെയ്യുന്നതാണ്. ഇതാ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി ശാഫിഈ മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാൾ, ഈ ആളുകൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതുൽ ബാരിയിൽ പറയുകയാണ്, ഇതാരാണ് ഈ വാദം പറഞ്ഞത്? ദഹബ ഖൗമുൻ മിനസ് സനാദിഖ, സിന്ദീഖുകൾ, മതനിഷേധികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. ഇമാം ഖുർത്തുബി പറഞ്ഞതായി ഇബ്നു ഹജർ ഉദ്ധരിക്കുന്നു. ഇലാ സുലൂകി തരീഖത്തിൻ തസ്തൽസിമു ഹദ്മ അഹ്കാമി ശരീഅത്തി ഫഖാലു, ഇവർ ഒരു വാദം പറയുന്നു, ആ വാദപ്രകാരം യഥാർത്ഥത്തിൽ ദീനിന്റെ വിധിവിലക്കുകൾ മുഴുവൻ പൊളിയും. ഇന്നഹു യുസ്തഫാദു മിൻ ഖിസ്സത്തി മൂസ വൽ ഖദിർ, മൂസായുടെയും ഖദിറിന്റെയും കഥയിൽ നിന്ന് നമുക്ക് കിട്ടും അന്നൽ അഹ്കാമ ശർഇയ്യത്തൽ ആമ്മ തഖ്തസ്സു ബിൽ ആമ്മത്തി വൽ അഗ്ബിയ, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ സാധാരണക്കാർക്ക് ബാധകമാണ് എന്നതാണ് ഇവരുടെ വാദം. വമ്മൽ ഔലിയാ വൽ ഖവാസ്, ഔലിയാക്കൾ, പ്രത്യേകക്കാരായ ചില ആളുകൾ, ഫലാ ഹാജത ബിഹിം ഇലാ തിൽക നുസൂസ്, അവർക്ക് ഈ ദീനിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. ബൽ, പിന്നെയോ അവർക്ക് അവരുടെ മനസ്സിൽ ഇങ്ങനെ ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യാം. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ ഇമാം ഖുർത്തുബിയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു,
വഹാദൽ ഖൗലു സന്ദഖത്തുൻ വകുഫ്റുൻ. ഇത് മതനിഷേധമാണ്, കുഫ്റാണ്. ലിഅന്നഹു ഇൻകാറുൻ ലിമാ ഉലിമ മിന ശറായ. കാരണം ശരീഅത്തിൽ അറിയപ്പെട്ട കാര്യത്തെ നിഷേധിക്കുകയാണ്. അതെന്താണ്? ഫഇന്നല്ലാഹ ഖദ് അജറ സുന്നതഹ وأنفذ كلمته بأن أحكامه لا تعلم إلا بواسطة رسله السفراء بينه وبين خلقه المبينين لشرائعه وأحكامه. കാരണം അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. അള്ളാന്റെ ദീൻ അറിയണമെങ്കിൽ നബിമാർ വഴിക്കല്ലാതെ വേറൊരു വഴിയില്ല. അള്ളാഹുവിനും അവന്റെ പടപ്പുകൾക്കിടയിലുമുള്ള സന്ദേശവാഹകർ അള്ളാഹുവിന്റെ നബിമാരാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവൻ റസൂലുകളെ തെരഞ്ഞെടുക്കുന്നു മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും. മനുഷ്യരിൽ അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന റസൂലുകൾ അള്ളാഹു തെരഞ്ഞെടുത്തു, മലക്കുകളിലും അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന ജിബ്രീലിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. അതുപോലെ എന്നിട്ട് റസൂലുകളെ അനുസരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, ഫമനിദ്ദഅ അന്ന ഹുനാക തരീഖൻ ഉഖ്റാ. ആരെങ്കിലും വാദിച്ചാൽ വേറൊരു തരീഖുണ്ട്, അതന്നെയാണ് ഈ തരീഖത്തുകൾ പറയുന്നത്, സൂഫികൾ പറയുന്നത്. വേറൊരു വഴിയുണ്ട്. എന്ത്? യുഅറഫു ബിഹാ അംറുഹു വനഹ്യുഹു. അല്ലാഹ് കൽപ്പിച്ചതും വിരോധിച്ചതും എന്താണ് അറിയാനുള്ള വേറൊരു വഴി. അതറിയണോ? നമ്മുടെ ശൈഖിന്റെ അടുത്തേക്ക് വാ. ഇങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ ഗൈറ തുറുഖില്ലതി ജാഅത് ബിഹാ റുസുൽ, റസൂലുകൾ കൊണ്ടുവന്നതല്ലാത്ത മാർഗം, യുസ്തഗ്നാ ബിഹാ അനിർ റസൂൽ, റസൂലില്ലാതെ നമുക്ക് ഈ തരീഖത്തിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാമെന്ന് വാദിച്ചാൽ ഫഹുവ കാഫിറുൻ. ഇബ്നു ഹജർ പറയുകയാണ്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്. വേറെയുമുണ്ട്. ബാക്കി എന്താണ്? യുഖ്തൽ. ഇസ്ലാമിക ഭരണകൂടത്തിൽ അവനുള്ള വിധി എന്താണ്? അവനെ കൊല്ലണമെന്നാണ്. വലാ യുസ്തതാബ്, തൗബ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാതെ. നോക്കൂ, അതുപോലെ അദ്ദേഹം പറയുന്നു, ഇമാം ഖുർത്തുബി തന്നെ പറഞ്ഞിട്ടുണ്ട്, വഖദ് ബലഗന അൻ ബഅദിഹിം അന്നഹു ഖാൽ, നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അവരിൽ ചിലർ പറയുന്നു, ഇത് സൂഫികൾ പറയുന്ന അങ്ങനെ തന്നെയാണിത്, അന ലാ ആഖുദു അനിൽ മൗത, മരിച്ചവരിൽ നിന്ന് ഞങ്ങൾ ഇൽമു സ്വീകരിക്കില്ല. അവരെങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ ഹദീസിനൊക്കെ പറഞ്ഞാൽ അതൊക്കെ മരിച്ചവര് വിജ്ഞാനമാണ്. ഇമാം ബുഖാരി മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശൈഖ് മരണപ്പെട്ടിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ഇതൊക്കെ മയ്യിത്തായി പോയ ആൾക്കാർ വഴിയുള്ള ഇൽമാണ്. വഇന്നമാ ആഖുദു അനിൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഞാൻ ഒരിക്കലും മരിക്കാത്ത അല്ലാഹുവിൽ നിന്ന് നേരിട്ടെടുക്കുന്നവനാണ്. അല്ലാഹുവിൽ നിന്ന് ഇൽഹാം കിട്ടുന്നു. വകദാ ഖാല ആഖർ, വേറെ ഒരുവൻ പറയുന്നു, അന ആഖുദു അൻ ഖൽബി അൻ റബ്ബി. അവന്റെ സനദ് എന്താ? അൻ ഇമാം ബുഖാരി അനിൽ ഹുമൈദി അൻ സുഫിയാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവൻ ഇൽമ എടുക്കുന്നവൻ അൻ ഖൽബി അൻ റബ്ബി. സനദ് അതാണ്, ഖൽബിന് നേരെ റബ്ബിലേക്ക്. വകുല്ലു ദാലിക കുഫ്റുൻ, ഇതെല്ലാം കുഫ്റാണ്. ബിത്തിഫാഖി അഹ്ലി ശറായ, മുഴുവൻ ശരീഅത്തുകളുടെയും ആളുകളുടെ ഏകോഭിപ്രായം അനുസരിച്ച് ഇത് കുഫ്റാണ്. വനസ്സലുല്ലാഹൽ ഹിദായത വ തൗഫീഖ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു ഹിദായത്തും തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. നോക്കൂ, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങളുടെ വാദമാണിത്. അല്ലാതെ ഇത് വഹാബികൾ ഈ തരീഖത്തുകാരെ സൂഫികളെ എതിർക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ വാദമല്ല, ഇത് ഇസ്ലാമിന്റെ വാദമാണ്. വഹാബിസം എന്ന് പറഞ്ഞ് ഈ ആളുകൾ ആക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയായ ഇസ്ലാമിനെയാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഖായിദകളുടെ അർത്ഥം ഒരിക്കലും നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഈ നാട്ടിൽ സുന്നി എന്ന ലേബലിൽ ആ വിഭാഗത്തിൽ ആണ് ഞാൻ എന്ന് പറയുന്ന ഒരാളെയും വിടാതെ അവരൊക്കെ കാഫിറാണ് എന്നാണ് നമ്മുടെ വാദം എന്ന് സഹോദരങ്ങൾ ആരും ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് ഈ പറഞ്ഞ ഈ ഖായിദകൾ നമ്മൾ പഠിച്ചല്ലോ, ഇതുപോലുള്ള വിശ്വാസമുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ആ വിഭാഗത്തിലാണെന്ന് അറിയപ്പെടുന്നു, പക്ഷേ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്നവനാണ് അവൻ. നമ്മുടെ സഹോദരനായ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളിൽ ഒരാളായിട്ട്, മുസ്ലിം ഉമ്മത്തിൽ ഒരാളായിട്ട്, നമ്മൾ ദുആ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ഒരാളായിട്ടാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതല്ലാതെ ഒരാൾ സുന്നി എന്ന ബ്രാൻഡിൽ ഒരു ലേബലിൽ അറിയപ്പെട്ടു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ കൂടെയാണ് അയാൾ നടക്കുന്നത് എന്നതുകൊണ്ട് അവരെ ഒന്നാകെ കാഫിറാക്കുക എന്നതൊരിക്കലും സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ പറയുന്നേയില്ല. മറിച്ച് ഈ വക വിശ്വാസങ്ങളുള്ളവരാരാണോ അവർക്കുള്ളതാണ്, അവർക്ക് ബാധകമാകുന്നതാണ് ഈ വാക്കുകൾ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ശിർക്കിനെ ഭയപ്പെട്ടവരായിരുന്നു അള്ളാഹുവിന്റെ നബിമാർ എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അള്ളാഹു എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ. അതുകൊണ്ട് ഇതുപോലുള്ള ശിർക്കും ദലാലത്തിന്റെ വഴികളുമെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക, അതുപോലുള്ള പിഴവുകളിൽ വീഴാതെ കാക്കണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. ഇത്രയുമാണ് ഈ മഹത്തായ റിസാല വിശദീകരിച്ചുകൊണ്ട് പറയാനുള്ളത്. ഇതോടെ ഈ അൽ ഖവാഇദ് അർബ എന്ന റിസാല നമ്മൾ പൂർത്തിയാക്കി. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അതെല്ലാം ഖൈറായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثارنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.